വീഡിയോയിൽ നിങ്ങളുടെ തയ്യൽ മെഷീന്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിക്കും. ഈ അടിസ്ഥാനങ്ങൾ നിങ്ങൾക്കറിയുമ്പോൾ നിങ്ങളുടെ സ്റ്റിച്ചിങ് കഴിവുകൾ പരീക്ഷിച്ചു തുടങ്ങാം. ആരംഭിക്കുന്നതിന് മുമ്പായി സൂചി എങ്ങനെ മാറ്റണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതെ, നിങ്ങൾക്ക് ഈ സൂചികൾ മാറ്റി ഇടേണ്ടതായി വരും. കാരണം അവയ്ക്ക് ഈടുണ്ടാകില്ല. മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന വ്യത്യസ്ത പ്രൊജക്റ്റുകൾക്ക് നിങ്ങൾക്ക് പല സൂചികളായി ഉപയോഗിക്കേണ്ടതായി വരാറുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വരികളിൽ നിന്ന് വ്യതിചലിക്കുന്ന തുന്നലുകൾ കാണുമ്പോൾ നിങ്ങൾ സൂചി മാറ്റണമെന്ന് ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു. സൂചി മാറ്റാൻ ഈ ലളിതമായ ക്രമങ്ങൾ പാലിക്കുക. ഘടികാര വിരുദ്ധ ദിശയിൽ ആവർത്തിച്ച് തിരിച്ച് നീഡിൽ ക്ലാമ്പ് സ്ക്രൂ അഴിക്കുക. നീഡിൽ ക്ലാമ്പിൽ നിന്ന് സൂചി നീക്കം ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പരന്ന വശവും കൂടാതെ നീഡിൽ ഷാങ്കിന്റെ ഉരുണ്ടിരിക്കുന്ന ഭാഗവും കാണാം. തിരികെ വയ്ക്കാൻ അത് നീഡിൽ ബാറിന്റെ സ്റ്റോപ്പർ സെറ്റിൽ എത്തുന്നതുവരെ ശ്രദ്ധാപൂർവം മേലോട്ട് സ്ലൈഡ് ചെയ്യുക. ഇപ്പോൾ അതിന്റെ ഫ്ലാറ്റ് സൈഡ് നീഡിൽ ബാറിന് നേരെ ആയിരിക്കണം. നീഡിൽ ക്ലാമ്പ് സ്ക്രൂ മുറുക്കി അത് നീഡിൽ ബാറിൽ സുരക്ഷിതമാക്കുക. അടുത്തതായി എങ്ങനെ ബോബിൻ വൈൻഡ് ചെയ്യണമെന്ന് നമുക്ക് പഠിക്കാം. പല നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ കൊണ്ട് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ വസ്ത്രങ്ങളുമായി പൊരുത്തപ്പെടുന്ന ത്രെഡുകൾ കൊണ്ട് സ്റ്റിച്ചിങ് ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. സ്പൂൾ ഹോൾഡർ എടുത്ത് അതിൽ ഒരു ത്രെഡ് റീൽ ഇടുക. എക്സ്റ്റൻഷൻ ടേബിൾ മാറ്റുക. ഷട്ടിലിൽ നിന്ന് ബോബിൻ കേസ് നീക്കാൻ കവർ തുറക്കുക. ബോബിൻ കേസിൽ നിന്നും ബോബിൻ നീക്കം ചെയ്യുക. ഇനി സ്പൂളിൽ നിന്ന് ത്രെഡ് എടുത്ത് ത്രെഡ് ഗൈഡിനടിയിലൂടെ പാസ് ചെയ്യുക. ബോബിനിൽ അകത്തുനിന്നും പുറത്തേക്ക് പോകുന്ന രീതിയിൽ നൂൽ ചുറ്റുക. ബോബിൻ വൈൻഡർ സ്പിൻഡിലിന്റെ മുകളിലൂടെ നൂലിന്റെ ഫ്രീ എൻഡ് കടന്നു വരത്തക്ക രീതിയിൽ ഇടുക. ബോബിൻ വൈൻഡർ സ്പിൻഡിലിനെ വലതുവശത്തേക്ക് തള്ളുക. ത്രെഡ് വൈൻഡ് ചെയ്യുന്ന സമയത്ത് മെഷീൻ പ്രവർത്തനരഹിതമാക്കാൻ ബാലൻസ് വീല് പുറത്തേക്ക് വലിക്കുക. മെഷീൻ പ്രവർത്തിപ്പിക്കാൻ ഫുട്ട് കൺട്രോളർ അമർത്തി ബോബിൻ ത്രെഡ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ പിടിക്കുക. കുറച്ച് റൗണ്ടുകൾക്ക് ശേഷം മെഷീൻ നിർത്തി ബോബിനിൽ ബാക്കി വരുന്ന നൂലറ്റം ഇതുപോലെ കട്ട് ചെയ്യുക. ബോബിൻ പൂർണ്ണമായി നിറയുന്നതുവരെ ത്വരിതഗതിയിൽ തുടരുക. ബോബിൻ വൈൻഡർ താനെ നിൽക്കുന്നതാണ്. ത്രെഡ് മുറിച്ച് ബോബിൻ ഹോൾഡർ ഇടതുവശത്തേക്ക് നീക്കുക. ബോബിൻ വൈൻഡർ സ്പൂളിൽ നിന്ന് ബോബിൻ നീക്കം ചെയ്യുക. ബോബിൻ കേസിൽ ബോബിൻ വെച്ച് ടെൻഷൻ പ്ലേറ്റ് വഴി എതിർദിശയിൽ കടന്നുവരത്തക്ക രീതിയിൽ ത്രെഡ് ഇടുക. ബോബിൻ കേസിൽ ബോബിൻ എതിർദിശയിലേക്ക് നീങ്ങുന്നുണ്ടോ എന്നറിയാൻ ത്രെഡ് വലിക്കുക. ബോബിൻ കേസിന്റെ ക്ലച്ച് റിവർ പിടിച്ച് ബോബിൻ കേസ് ഷട്ടിൽ അസംബ്ലിയിൽ വയ്ക്കുക. ഷട്ടിൽ കവർ അടയ്ക്കുക. എക്സ്റ്റൻഷൻ ടേബിൾ തിരികെ വയ്ക്കുക. ഇനി നിങ്ങൾ മെഷീനിൽ നൂലിടാൻ പഠിക്കും. ബാലൻസ് വീൽ നിങ്ങൾക്ക് നേരെ തിരിച്ചുകൊണ്ട് ത്രെഡ് ടേക്കപ്പ് ലീവർ അതിന്റെ ഏറ്റവും ഉയർന്ന പൊസിഷനിലേക്ക് ഉയർത്തുക. നൂലിന്റെ അറ്റം മെഷീന്റെ അപ്പർ ത്രെഡ് ഗൈഡ് ഒന്നിനെ ചുറ്റി വലിക്കുക. സ്പൂളിന് സമീപമുള്ള ത്രെഡ് എടുക്കുമ്പോൾ ത്രെഡിന്റെ അറ്റം പോയിന്റ് 2-ൽ ഡ്രോപ്പ് ചെയ്ത് ഏരോ വഴി താഴെ ഒരു യു ടേൺ ചെയ്തെടുക്കുക. ടേക്കപ്പ് ലിവർ 3-ലൂടെ വലതു നിന്നും ഇടത്തോട്ട് നൂലിനെ കൊണ്ടുവന്ന് അവിടെ നിന്നും 4-ലെ ടേക്കപ്പ് ലിവർ സുഷിരത്തിലൂടെ ശക്തിയായി താഴോട്ട് വലിക്കുക. 5-ലെ ഇടതുവശത്തെ ത്രെഡ് ഗൈഡിന്റെ പുറകിലൂടെ ത്രെഡ് സ്ലൈഡ് ചെയ്യുക. സൂചി ഏറ്റവും ഉയർന്ന പൊസിഷനിൽ ഉയർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് നീഡിൽ ത്രെഡർ താഴ്ത്തി നൂല് നീഡിൽ ത്രെഡറിലൂടെ വലിച്ച് സൂചിയിൽ കോർക്കുക. ഇതിന് അല്പം പരിശീലനം ആവശ്യമാണ്. അതുകൊണ്ട് കുറച്ച് പ്രാവശ്യം ശ്രമിക്കുക. നിങ്ങളുടെ ഇടത് കൈകൊണ്ട് നീഡിൽ ത്രെഡ് അയച്ചു പിടിച്ച് ബാലൻസ് വീല് നിങ്ങൾക്ക് നേരെ തിരിച്ച് നീഡിൽ പ്ലേറ്റിലേക്ക് നീഡിൽ താഴ്ത്തുക. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ നീഡിൽ ത്രെഡ് കൊണ്ട് വലിച്ച് ബോബിൻ ത്രെഡ് മേലെ കൊണ്ടുവരിക. നൂലുകൾ ചേർത്ത് പിടിച്ച് പ്രസർ ഫുഡിന്റെ അടിയിലൂടെ പുറകോട്ട് എടുക്കുക. നിങ്ങളുടെ മെഷീൻ പറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവസാനമായി ഒരു കാര്യം, നിങ്ങൾ നീഡിൽ ത്രെഡ് ടെൻഷൻ ചെക്ക് ചെയ്യണം. ഇത് ലൂസ് ആണെങ്കിൽ വരുന്ന എക്സ്ട്രാ ത്രെഡ് ലൂപ്സും ടൈറ്റ് ആണെങ്കിൽ ഇടയ്ക്കിടെ വരുന്ന നൂല് പൊട്ടലും ഒഴിവാക്കാനാണ്. ത്രെഡ് ടെൻഷൻ ഡയൽ പാകപ്പെടുത്തിയിരിക്കുന്നത് 0 മുതൽ 9 വരെയാണ്. 9 ഏറ്റവും ടൈറ്റ് ആയതുകൊണ്ട് തുണികൾ തയ്ക്കാൻ ത്രെഡ് ടെൻഷൻ 3-ൽ സെറ്റ് ചെയ്യുന്നതാണ് ഉത്തമം. നിങ്ങളുടെ മെഷീൻ തുന്നലിന് സജ്ജമായിരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പാറ്റേൺ തിരഞ്ഞെടുക്കുക എന്നതാണ്. നിങ്ങളുടെ ഉഷ ജനോമി നിങ്ങൾ വാങ്ങുന്ന മോഡൽ അനുസരിച്ച് ഒന്നിലധികം ഇൻബിൽറ്റ് പാറ്റേൺസുമായാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 6x സ്റ്റിച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ പാറ്റേൺ സെലക്ടർ ഡയൽ ടു സിയിലേക്ക് തിരിക്കുക. സ്റ്റിച്ച് ലെങ്ത് ഫിക്സ് ചെയ്യാൻ സ്റ്റിച്ച് ലെങ്ത് ഡയൽ പൊസിഷൻ 2-ലേക്ക് തിരിക്കുക. ഇനി തുടങ്ങാം. ഒരു കഷ്ണം തുണി എടുക്കുക, ഫലമറിയാൻ. എല്ലാ തരത്തിലുള്ള പാറ്റേണുകളും സ്റ്റിച്ച് ലെങ്ത്തും പരീക്ഷിച്ചു നോക്കൂ. നിങ്ങൾക്ക് പെട്ടെന്നത് സുപരിചിതമാകും.